എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. സാധാരണഗതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാനിവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ മുഖം കാണാത്ത രീതിയിൽ മറച്ചു നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾ. നമ്മളെല്ലാവരും അത് അംഗീകരിച്ചു കൊടുക്കലാണ്. കാരണം നാട്ടിലേക്ക് വിവരങ്ങൾ നൽകാനുള്ളവരാണല്ലോ അവർ. എന്താ നിങ്ങൾ ഇവിടെ ഒരാളെയും കാണാത്തത്? നിങ്ങൾ ചിന്തിക്കും ഇതിവിടെ മാത്രമാണെന്ന്. ഞാൻ കഴിഞ്ഞ 2 പരിപാടിയിൽ പങ്കെടുത്തു. അവിടെയും ഇതേ അവസ്ഥയാണ് കണ്ടത്. എന്താണത്? നമ്മുടെ നാട്ടിലെ ചില വൻകിട മാധ്യമങ്ങൾ, അവർക്ക് ഈ കാര്യങ്ങൾ നാടറിയരുത് എന്ന് നിർബന്ധമുണ്ട്. ഇനി അഥവാ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വക്രീകരിച്ച ചിത്രം ഏറ്റവും ദുരുപദിഷ്ടമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് താല്പര്യം. യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കരുതെന്ന് നിർബന്ധം ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഇതൊരു ബോധപൂർവമായ നീക്കമാണ് നിങ്ങൾ കാണുന്നത്. ഒന്നേ ഈ ഘട്ടത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും മാധ്യമരംഗത്തുള്ളവർ കൂടിയാണ്. അത് പക്ഷേ ദൃശ്യമാധ്യമവും അച്ചടി മാധ്യമവും അല്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരാണ് നിങ്ങളിൽ പലരും. അപ്പോൾ വസ്തുതകൾ മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമം ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കഴിവ് ഉപയോഗിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പാലത്തിന് 11 സ്പാനുകളാണ്, 11 മീറ്റർ വീതിയാണ്, 1.5 മീറ്റർ നടപ്പാതയാണ്. ചേരിക്കൽ ഭാഗത്ത് 215 മീറ്ററും കോട്ടം ഭാഗത്ത് 293 മീറ്ററും നീളത്തിൽ റോഡ് ടാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാ പ്രദേശങ്ങൾക്കും വികസന സ്പർശമേൽക്കാൻ പറ്റണം. എല്ലാവരും വികസനത്തിൻ്റെ സ്വാദറിയണം. അതാണ് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ വികസനം എന്ന് നാം നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അമ്പൂരിയിലെ ആദിവാസി ഉന്നതികളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലമായിരുന്നു. ആ ദിവസം 800 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് മൊത്തമായി നാടിന് സമർപ്പിച്ചത്. അവയെല്ലാം ഗ്രാമാന്തരങ്ങളിൽ LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്നത് നാം കാണേണ്ടതാണ്. ഒരു പ്രത്യേക പ്രദേശത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയുക എന്നതല്ല, എല്ലാവരിലേക്കുമാണ് വികസനം എത്തിച്ചേരുന്നത്. നമ്മുടെ നാടിൻ്റെ യാത്രാ സൗകര്യം എത്രമാത്രം പരിതാപകരമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മളെവിടെ നോക്കിയാലും നല്ല തരത്തിലുള്ള
റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, അങ്ങനെയെല്ലാം കാണുകയാണ്. എന്നാൽ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവരനുഭവിക്കേണ്ടി വന്ന വിഷമത്രയായിരുന്നു. ഇപ്പം നാഷണൽ ഹൈവേ എല്ലായിടവും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലെ 10 വർഷം മുൻപുള്ള നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്തായിരുന്നു? മറ്റ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിരുന്നില്ലേ? ഇവിടെ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ വന്നവരടക്കം ഈ ശോചനീയാവസ്ഥ കണ്ട് തിരിച്ചുപോയി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് അവരുടെ നിക്ഷേപം നടത്തുന്ന നിലയുണ്ടായിട്ടുണ്ടല്ലോ. ഇങ്ങനെയെല്ലാം ഉള്ളൊരു നാടായിരുന്നല്ലോ നമ്മുടെ. ഇതിനെ മാറ്റിയെടുക്കാൻ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നടപടികൾ സ്വീകരിച്ചു. അതിനിടയാക്കിയത് കേരളത്തിന് മുന്നിൽ LDF സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായിരുന്നു. അതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ ഒരു കാലത്തും ഇവിടെ അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല, നമ്മളെ നാട് ഇങ്ങനെയായിപ്പോയി എന്ന് പരിതപിച്ചിരുന്ന ജനങ്ങൾ ആ അവസ്ഥ മാറ്റാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ ഇവിടെ എത്തി. സാധാരണ നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ മാറ്റം മനസ്സിലാക്കാൻ കഴിയില്ല. പലയിടങ്ങളിലായി നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായ ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് 2025 അവസാന പാദത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. സമ്മതിക്കുക മാത്രമല്ല, ജനുവരിയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എന്ന് അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഫെബ്രുവരി പകുതി കഴിഞ്ഞു, ഇനി അധികം നാളില്ല. ആ ഉദ്ഘാടനം ഇനിയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷയാണല്ലോ വെക്കേണ്ടത്. ആ പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ അതും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ട എന്ന തരത്തിൽ ചിന്തിക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ യാത്രയുടെ സൗകര്യം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗം എടുത്താൽ ഏറ്റവും കൂടുതൽ എതിർപ്പുയർന്നു വന്ന നാഷണൽ ഹൈവേയുടെ എതിർപ്പുയർന്നു വന്നൊരു ഭാഗമായിരുന്നു കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് പോകുമ്പോഴുള്ള ആ മധ്യഭാഗം. ഇപ്പം അതിലെ യാത്ര ചെയ്താൽ മണിക്കൂറുകളുടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അതിവേഗതയിൽ നമുക്ക് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. കാരണം ആ ഭാഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് അവിടെ മാത്രമല്ല, മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ടുള്ള പല ഭാഗങ്ങളിൽ പൂർത്തിയാവുകയാണ്. അപ്പോൾ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിന് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ സഞ്ചാരത്തെ മാത്രം വേഗത്തിലാക്കുന്നതല്ല, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് സഹായകമാകുന്നതാണ്. ഇപ്പം നമ്മുടെ നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്.
ആ നിക്ഷേപം നൽകാൻ തയ്യാറാകുന്നവർ, നിക്ഷേപിക്കാൻ തയ്യാറാകുന്നവർ രാജ്യത്തുള്ളവർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരാണ്. അവർ വികസിത നാടുകളുമായി ബന്ധമുള്ളവരാണ്. ആ നാടുകളുമായി കിടപിടിക്കത്തക്ക രീതിയിലുള്ള വികാസം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വന്നിരിക്കുന്നു. അപ്പോൾ അവർ നിറഞ്ഞ സന്തോഷത്തോടെ നിക്ഷേപത്തിന് തയ്യാറാവുകയാണ്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ പുതിയ മാറ്റമാണ് കാണിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇത്തരത്തിലൊരു വികസന സാധ്യത നമുക്ക് പ്രായോഗികമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ പാലത്തിന് 23 കോടി രൂപ ചെലവ്. ഇങ്ങനെയുള്ള നിരവധി പാലങ്ങൾ, ഇപ്പോൾ ഇതേ പുഴയിൽ തന്നെ മറ്റൊരു പാലം ഉദ്ഘാടനം ചെയ്താണല്ലോ ഇങ്ങോട്ട് വന്നതിപ്പോൾ. ഇങ്ങനെയുള്ള എത്രയോ പദ്ധതികളല്ലേ നടപ്പാകുന്നത്. ഇതിനെല്ലാം ആവശ്യമായ പണം നേരത്തെ ഞാൻ പറഞ്ഞു, ഒറ്റ ദിവസം 800 കോടിയോളം രൂപയുടെ പദ്ധതി നാടിന് സമർപ്പിച്ചു. അങ്ങനെയൊരു പദ്ധതി, അത്രയും പദ്ധതികൾ നാടിന് സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ സാധാരണ നില വെച്ചാൽ എത്ര വർഷം എടുക്കും? അതായത് ഒരു സർക്കാരിൻ്റെ പദ്ധതികൾ വരുന്നത് സർക്കാരിൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചാണല്ലോ. ആ പണം എത്രയാണോ അതനുസരിച്ചാണ് വീതിക്കുക. അവിടെ കൂടുതൽ പണം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ വർഷവും ഉള്ള തുക വീതിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരും. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരവധി, നിറവേറ്റാനുള്ള പൈസ വളരെ ചുരുക്കം. എന്തു ചെയ്യും? നമ്മുടെ നാടിന് മുന്നോട്ട് പോകണമെങ്കിൽ വികസനത്തിനുള്ള പണം വേണം. അത് നമ്മുടെ ഖജനാവിലില്ല. എന്നാൽ നാട് അതിജീവിച്ചേ മതിയാവും, മുന്നോട്ട് പോയേ മതിയാവും. അത് നാടിൻ്റെ ഭാവിക്കും ജനങ്ങളുടെ ഭാവിക്കും ഏറ്റവും പ്രധാനമാണ്. 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കുക എന്നാൽ 50 അല്ല, 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആ 5 വർഷം കൊണ്ട് ഏറ്റെടുത്തത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നേരത്തെ പറഞ്ഞ വിവിധ പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ, വിവിധ തരത്തിലുള്ള പദ്ധതികൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള ഇടപെടൽ, ഇതെല്ലാം കിഫ്ബി മുഖേന നടത്തുകയാണ്. ഇപ്പോൾ എത്രയായിന്നറിയോ? ഇപ്പോൾ 1,00,000 കോടി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് അവസ്ഥ. എന്നാൽ ആ കിഫ്ബിയെ ഏതെല്ലാം രീതിയിലാണ് തകർക്കാൻ നോക്കിയത്, എന്തെല്ലാം പറഞ്ഞാണ് ആക്ഷേപിക്കാൻ നോക്കിയത്, ഏതെല്ലാം രീതിയിലാണ് പുച്ഛിക്കാൻ നോക്കിയത്. എവിടുന്ന് പൈസ കിട്ടാൻ? ആര് തരും? ജനങ്ങളെ പറ്റിക്കലല്ലേ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളില്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ വികസന കാര്യങ്ങൾ നാട് പൊതുവെ പിന്താങ്ങുന്നൊരു കാര്യമാണ്. നാട്ടിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നാടിൻ്റെ അഭിവൃദ്ധിയും വികസനവും കാക്ഷിക്കുന്നവരാണ്. പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാൻ ചിലർ ശ്രമിക്കുകയാണ്.
വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. സാധാരണഗതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാനിവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ മുഖം കാണാത്ത രീതിയിൽ മറച്ചു നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറകൾ. നമ്മളെല്ലാവരും അത് അംഗീകരിച്ചു കൊടുക്കലാണ്. കാരണം നാട്ടിലേക്ക് വിവരങ്ങൾ നൽകാനുള്ളവരാണല്ലോ അവർ. എന്താ നിങ്ങൾ ഇവിടെ ഒരാളെയും കാണാത്തത്? നിങ്ങൾ ചിന്തിക്കും ഇതിവിടെ മാത്രമാണെന്ന്. ഞാൻ കഴിഞ്ഞ 2 പരിപാടിയിൽ പങ്കെടുത്തു. അവിടെയും ഇതേ അവസ്ഥയാണ് കണ്ടത്. എന്താണത്? നമ്മുടെ നാട്ടിലെ ചില വൻകിട മാധ്യമങ്ങൾ അവർക്ക് ഈ കാര്യങ്ങൾ നാടറിയരുത് എന്ന് നിർബന്ധമുണ്ട്. ഇനി അഥവാ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വക്രീകരിച്ച ചിത്രം ഏറ്റവും ദുരുപദിഷ്ടമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് താല്പര്യം. യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കരുത് നിർബന്ധം ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ഇതൊരു ബോധപൂർവമായ നീക്കമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലാത്തവരുമായ നമ്മുടെ ഈ പ്രദേശത്തെ 2 പ്രദേശത്തെ ഈ നാട്ടുകാർ, അവർ ഈ ചേരിക്കൽ പാലം, ചേരിക്കൽ കോട്ടം പാലം കാണുമ്പോൾ ഏത് തരത്തിലാണ് അവരുടെ മനസ്സ് കുളിർമ അനുഭവപ്പെടുക? എത്ര മനോഹരമായ പാലമാണ്! ആ ഒരു വികാരം, നാടിൻ്റെ വികാരം, അത് ആളുകളിലേക്ക് എത്തരുത് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത. ഒന്നേ ഈ ഘട്ടത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും മാധ്യമരംഗത്തുള്ളവർ കൂടിയാണ്. അത് പക്ഷേ ദൃശ്യമാധ്യമവും അച്ചടി മാധ്യമവും അല്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരാണ് നിങ്ങളിൽ പലരും. അപ്പോൾ വസ്തുതകൾ മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമം ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കഴിവ് ഉപയോഗിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഇത് നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ULCCSന്റെ താങ്ക് യു സർ.